രഞ്ജു, ഇതാണ് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ ഭാവനി. ഇപ്പഴും കേൾക്കാറുണ്ട്. ആ, നമുക്ക് ഒരുമിച്ചിരിക്കണം, സംസാരിക്കണം എന്ന് വിചാരിച്ച് വിചാരിച്ച് കിട്ടുമ്പോഴാ ടൈം നമ്മളുടെ മൂന്നാളുടെയും മാച്ചേ ആവണില്ല. ടൈമാണ് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പോ നമ്മൾ ഇഷ്ടത്തിന് ടൈം അങ്ങോട്ട് കിട്ടുന്നില്ല അല്ലേ? അതെങ്ങനെ ആള് ഭയങ്കര ബിസി അല്ലേ? യോഗിനി അല്ലേ? താങ്ക് യു താങ്ക് യു. ആക്ഷൻ നോക്ക്, ഇനിതല്ല അവള് ഭയങ്കര ബബ്ലിയാണ്. ഇനിയിപ്പോ സ്റ്റാർട്ട് ചെയ്താൽ നിനക്ക് കാണാം അവളുടെ റിയൽ ഫേസും ഭാവനി. അതെ കേട്ടോ. കാണാം കാണാം. ഭാവനി, ആ. ഈ യോഗിനി അതെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആദ്യം ഗോപു ഇത് പറഞ്ഞപ്പം. ഉം. സോ ഈ യോഗിനി ആവാൻ എപ്പോ തൊട്ടാ ഇത് തുടങ്ങിയത്? നല്ല ചോദ്യം. അതെ, എനിക്ക് ആഗ്രഹം ഉണ്ട് കേട്ടോ, അതുകൊണ്ടാ. ഓ ആണല്ലേ. അപ്പൊ എന്തായാലും ആവാം. പക്ഷെ ഞാൻ എങ്ങനെ തുടങ്ങിയത് പറയാം. ഉം. ഞാന് എന്റെ എല്ലാ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഒരു ഫാമിലി ബിസിനസ്സിലായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പതുക്കെ പതുക്കെ ഇങ്ങനെ ഒരു സ്റ്റേജ് ഓഫ് ലൈഫ് എത്തിയപ്പോൾ എനിക്ക് ഫിറ്റ്നസിനോട് ഒരു ആഗ്രഹം തോന്നി. അത് തോന്നിയപ്പോഴാണ് ഞാൻ കുറേ ഫോർമാറ്റ്സിലൊക്കെ ഒരു സ്റ്റുഡിയോയിലൊക്കെ പോയി ജോയിൻ ചെയ്തു. പക്ഷെ അതിന്ന് ഞാൻ ചൂസ് ചെയ്ത ഒരു പാറ്റേൺ ആയിരുന്നു യോഗ. അപ്പൊ അങ്ങനെ എനിക്ക് യോഗ പഠിക്കണം എന്നൊരു ആഗ്രഹം വന്നപ്പോൾ ഞാൻ പോയി ചേർന്ന് പോയി പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അവിടെ ഒരു ഞാൻ അതാ സ്റ്റക്കായി. എൻ്റെ ലൈഫിൽ ഞാൻ ബാക്കി എല്ലാ ഫോർമാറ്റും സോർട്ട് ചെയ്ത് കളഞ്ഞു. ദിസ് ഇസ് ദ വൺ ഐ വിൽ ചൂസ് ഫോർ മൈ ലൈഫ്. റീസൺ വന്നിട്ട് ഈ ഒരു യോഗ വെച്ചിട്ട് എനിക്ക് എൻ്റെ ലൈഫിനും കൊണ്ടുപോകാൻ പറ്റും. അതേ സമയം തന്നെ എനിക്ക് മറ്റുള്ളവരുടെ ലൈഫിലും എനിക്ക് ഹെൽപ്പ് ചെയ്യാനും പറ്റും. ബോത്ത് ഗോസ് ഹാൻഡ് ഇൻ ഹാൻഡ്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായി. എന്റെ പേഴ്സണൽ ലൈഫിലാണ് കൂടുതൽ അത് ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഞാൻ അത് ചൂസ് ചെയ്തു. ശരിക്കും ഇല്ലേ, നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും തുടങ്ങാന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും മടിയുണ്ട്. ഈ മടി എങ്ങനെ മാറ്റി വെച്ചു? മടി അല്ലേ? രഞ്ജു കുഴപ്പമില്ല ഭാവനി. അവളിപ്പോ ആക്ച്വലി അവൾക്കൊരു ഗ്യാങ് ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ കൂടെ കേട്ടിട്ടുണ്ട് ആ. കുറെ. എനിക്ക് ഞാൻ രഞ്ജിനെ പറ്റി കുറെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഗോപികയുടെ ഭയങ്കര ഒരു ഫാനാണ്. അപ്പൊ അവൾക്ക് മാനേജ് ചെയ്ത് പോണ്ട്. പൊതുവെ ശരിക്കും ഈ പ്രോബ്ലം ആർക്കാ വരിക അറിയോ? ഈ ഗ്രൂപ്പ് ഇല്ല. ഞാൻ ഇപ്പൊ ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഫസ്റ്റ് മോട്ടിവേഷൻ, ആ സ്പാർക്ക് എങ്ങനെയാണ്? ഫസ്റ്റ് മോട്ടിവേഷൻ എങ്ങനെ വരും പറഞ്ഞാൽ നമ്മള് ചിലപ്പോ നിങ്ങൾക്ക് അസുഖവല്യം വന്നെങ്കിൽ മിക്കവാറും എല്ലാരും ഒന്ന് എനിക്കൊന്ന് ഹെൽത്തി ആവണം എന്നാണ് കുറേ പേര് വരാറുള്ളത്. പക്ഷെ അല്ലെങ്കിൽ നമുക്കൊരു ബോധം ഉണ്ടാവും, നമ്മൾ അയ്യോ എനിക്ക് 30 വയസ്സായി ഇനിയെങ്കിലും ഞാൻ നന്നാവണ്ടേ എന്നുള്ള ബോധം വരുമ്പോഴും പോയിന്റ്. അങ്ങനെയും ചിലവര് വരുന്നുണ്ട്. കൂടുതൽ അങ്ങനെയാണ് വരുന്നത്. പക്ഷെ അതൊരു ഇപ്പൊ നമ്മുടെ ഇപ്പത്തെ കാലത്തിൽ കുറെ പേര് ഫിറ്റ്നസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണ ഒരു കാലമാണ്. അപ്പൊ അങ്ങനെ ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വരും. നിങ്ങൾക്ക് പല പല ഫോർമാറ്റിൽ നോക്കാം. പക്ഷെ യോഗ ആവുമ്പോ ഒരു പ്രത്യേക രസം അതിൽ പോയാലേ അറിയുള്ളൂ. മുമ്പ് ഞാൻ എന്താ വിചാരിച്ചറിയോ? ഈ യോഗ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മെച്യൂർ തോട്ട് പ്രോസസ്സ്, ഭയങ്കര ക്വയറ്റ് ആയിരിക്കും, കാം ആയിരിക്കും. അങ്ങനെ ഭാവിനീനെ കണ്ടപ്പോ അതേപോലെ രഞ്ജുവിന്റെ യോഗ ക്ലാസ്സിനെ പറ്റി കേട്ടപ്പോ തൊട്ടിട്ട് എനിക്ക് തോന്നി യോഗ മോസ്റ്റ് ഫൺ ഹാപ്പനിങ് ടൈപ്പ് ഓഫ് എക്സസൈസിന്റെ പാറ്റേൺ. അതെ, നിങ്ങള് ഈ പോയിന്റ് ഐ ഓൾസോ എഗ്രി കേട്ടോ. എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ യോഗ പഠിച്ചു വന്നപ്പോ എല്ലാരും എന്നെ വിചാരിച്ചു, അതായത് ഞാനൊരു യോഗ ടീച്ചർ ആണെന്നോ അവർക്കൊന്നും എന്നെ നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് ഓഫ് എന്റെ പേഴ്സണാലിറ്റി. ഞാനൊരു ഹാപ്പി ഗോ ലക്കി കൈൻഡ് ഓഫ് ക്യാരക്ടറാണ്. അതായത് ഒരു യോഗ പഠിക്കുന്ന ആളുടെ മുടിയൊന്നും ഗ്രേ ആവാൻ പാടില്ല, ആളൊന്നും ഗുണ്ടാവാൻ പാടില്ല, ആളൊന്നും അധികം സംസാരിക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, ഭയങ്കര സീരിയസ് ഉള്ളവരായിരിക്കും ഇവരൊക്കെ. ഇങ്ങനെ അതായത് ഒരു സന്യാസി ലെവൽ കൈൻഡ് ഓഫ് അപ്രോച്ചിലായിരിക്കും ഇരിക്കാൻ. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മനസ്സിലാക്കി അതെങ്ങനെ ഒരു ടൂളാക്കി യൂസ് ചെയ്ത് കൊണ്ടുപോയിട്ട് ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് യോഗ. അങ്ങനെയാണ് ഞാൻ എടുത്തത്. ഇപ്പൊ മേ ബി എന്നെ കണ്ട് കുറെ പേര് അങ്ങനെ ഒരു ന്യൂ ലുക്കും കൂടി വന്നിട്ടുണ്ടാവും. പക്ഷെ ദാറ്റ് ഈസ് ദ എസെൻസ്. അവിടെ അങ്ങനെ ഒന്നും ഇല്ല നിങ്ങൾ ഇങ്ങനെ കാവി മുണ്ടൊക്കെ എടുത്തിട്ട് സന്യാസിയായിട്ട് ഒരു ഹിമാലയത്തിൽ പഠിക്കണം എന്നൊന്നും അല്ല സംഭവം. ഓക്കെ, അതൊരു പാർട്ട് ഓഫ് അനദർ വേ. ഡിഫറെന്റ് വേസ് ആർ ദർ, പാർട്സ് ഉണ്ട്. ഏതാ ചൂസ് ചെയ്യണത്, എങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ സെൽഫ് ഹാപ്പിനെസ് ആയിട്ട് സെൽഫ് അവയർനെസ്സോടെ കൊണ്ടുപോകുന്നതാണ് യോഗ. അതാണ് എനിക്കിഷ്ടം. ഞങ്ങളുടെ യോഗ സാർ കേട്ടോ, കാർത്തിക് സാറ് എപ്പോ വന്നാലും സാറ് പറയുന്ന ഒരു കാര്യം, ആന്റിമാരൊക്കെ ഇന്ന് മുഴുവൻ സംസാരമായിരുന്നു, ഇന്ന് മുഴുവൻ കളിയായിരുന്നു, നമ്മൾ കൂടുതലൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ശരിക്കും കാർത്തിക് സാർ എന്താ പറയുന്നതെന്ന് അറിയോ? എല്ലാം കൂടെ ഒരുമിച്ച് പോകണം. യോഗ എന്ന് പറഞ്ഞ് വന്ന് കുറെ നമ്മൾ ഫിസിക്കലി ചെയ്ത് എക്സോസ്റ്റ് ആയി പോകുന്നതല്ല. നമുക്ക് കുറച്ച് മെന്റൽ ഹാപ്പിനെസ്സും കൂടെ വരണമെങ്കിൽ ശരിക്കും ഇതുപോലെ എൻജോയ്മെന്റ് വേണം. കുറച്ച് കളിയാക്കല്, കുറച്ച് സെലിബ്രേഷൻസ് എല്ലാം കൂടെ വരുമ്പോഴല്ലേ നമ്മുടെ ഒരു മൂഡേ എലിവേറ്റ് ആവും അവിടെ, ബോത്ത് ഫിസിക്കലി മെന്റലി എല്ലാം.
അതിനുശേഷമാണോ അപ്പൊ നിങ്ങൾ ഈ യോഗ വെച്ചിട്ട് ഡാൻസ് അങ്ങനത്തെ കൊറിയോഗ്രാഫി ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയി മാറ്റാം? അത് ഞങ്ങൾക്ക് കിട്ടിയ ടാസ്കാ. അതെ അതെ. ഇപ്പൊ എല്ലാവിടെയും ഒരു മാൻഡേറ്ററി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഒരു പെർഫോമൻസ് അതൊന്നൊരു രസമാണ്. അതെ. നമുക്കൊരു ടീം എഫേർട്ട് എങ്ങനെ അതെ. നമ്മൾ അതെ. കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഓരോ പോസ്റ്റർ എങ്ങനെ യൂസ് ചെയ്യണം നിങ്ങൾ അതെ അതെ വൈസ്ലി ഓരോരുത്തർ ഓരോ സ്ഥലത്ത് പ്ലേസ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഓരോ ആസനാസ് വരും. അതെ അതെ. അതിൽ എസ്പെഷ്യലി നമ്മൾ ചിലതൊക്കെ ഇങ്ങനെ തമ്മിൽ കൈയും പിടിച്ച് കാല് പിടിച്ചിട്ട്, അതായത് മറ്റാള് കൈ വിട്ടാൽ നിങ്ങൾ വീണ തന്നെ. അപ്പം ടീം സ്പിരിറ്റും വന്നു. അതെ. അപ്പൊ അങ്ങനത്തെ ഒരു ബോണ്ടിങ് ഒക്കെ കിട്ടും. അത് നല്ല രസമാണ്. ഒരു ഡിഫറെന്റ് പാറ്റേൺ. അതെ. അപ്പൊ എല്ലാരും കൂടെ ടുഗദർ ആയിട്ടാണല്ലോ. അതെ. ഇപ്പൊ ചിലവർക്ക് ചിലപ്പോ പെട്ടെന്ന് ബോഡിയൊക്കെ ബെൻഡ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അവർക്ക് കുറച്ച് ഈസി ആസനാസ് കൊടുത്ത് ബോഡി കുറച്ച് ബെൻഡ് ചെയ്യാൻ പറ്റുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ളവർക്ക് നമ്മൾ കുറച്ച് ഹാർഡ് ആസനാസ് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഒരു ഇതിൽ പോകുന്ന ഒരു കൊളാബറേഷനിലാണ് രസമല്ലേ അതൊക്കെ? എനിക്ക് ഏറ്റവും ഇഷ്ടം ഏതാ അറിയോ? ഏതായിരിക്കും? ഒന്ന് പറയൂ. ഒരു ശവാസന. ഓ എനിക്ക് വയ്യ. ഈ ലോകത്തിൽ എല്ലാവർക്കും ശവാസന ഇഷ്ടമാണ്. പക്ഷെ ഞാൻ സത്യാവസ്ഥ പറയട്ടെ, ശവാസന ഇസ് ദ മോസ്റ്റ് ഡിഫിക്കൾട്ട് ആസന ടു ബി ഡൺ ഇൻ യോഗ. കാരണം നമ്മൾ ശവാസന ചെയ്യുമ്പോൾ എല്ലാരും തീർന്നു, ഇനി ഞാൻ ഒരു മാറ്റിൽ ഒരു കടപ്പിൽ അങ്ങനെ ഇരുന്ന് എന്റെ പരിപാടി കഴിഞ്ഞു. പക്ഷെ ആ ശവാസനയുടെ എസെൻസ് നിങ്ങൾ ഉറങ്ങാനും പാടില്ല. പക്ഷെ നിങ്ങൾ അലേർട്ടായിട്ട് നിങ്ങളുടെ ഓരോ ബോഡി പാർട്സും നിങ്ങൾ അറിയാൻ നോക്കണം. ദ വേ നിങ്ങൾ യു ലേൺ ടു സീ ഹൗ യു ക്യാൻ ലിസൺ ടു യുവർ ബോഡി. അതൊക്കെയാണ്. പക്ഷേ ഒരു കുഴപ്പമില്ല, അതൊരു രസമാണ്. ചിലർക്ക് അത് ചെയ്തു വരുമ്പോ ഇങ്ങനെ നമ്മൾ കമാൻഡ് കൊടുക്കണതിന് മുമ്പ് തന്നെ അവര് ഫുള്ളായിട്ട് ഇങ്ങോട്ട് നടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അതാണ് പൊതുവെയുള്ള നമ്മുടെ ടുഡേസ് ലൈഫ് സ്റ്റൈലും വെച്ചിട്ട് എല്ലാവരും ക്ഷണിച്ചു പോകുമ്പോൾ അതൊക്കെ നാച്ചുറലായി ഉറങ്ങി പോണതാണ്. പക്ഷെ ശവാസനയുടെ ആക്ച്വലി ഞങ്ങളുടെ ഇതിലൊക്കെ പറയാനുള്ളത് ഇറ്റ് ഇസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ആസന ടു ബി ഡൺ. നമ്മളൊക്കെ അത് എന്ത് ഈസി ആയിട്ടല്ലേ ചെയ്യുന്നത്. ആ ഇൻസ്ട്രക്ഷൻ കേൾക്കാൻ നോക്കിയിരിക്കും. അല്ലെങ്കിൽ ചെയ്ത് കഴിയുമ്പോ ഇനി നമുക്ക് കുറച്ച് ശവാസനയിൽ കിടക്കാട്ടാന്ന് പറഞ്ഞിട്ട് അത് കൈയൊക്കെ ഇങ്ങനെ വെക്കണം അങ്ങനെയൊക്കെ ഉണ്ട്. കാല് കുറച്ച് വിധത്തി അല്ലേ? അതായത് നൺ ഓഫ് ദ ബോഡി പാർട്സ് ഷുഡ് ബി ടച്ചിങ് ഈച്ച് അതർ. യു ഷുഡ് ബി കംപ്ലീറ്റ്ലി റിലാക്സ് ആൻഡ് കംപ്ലീറ്റ്ലി ഒരു സറണ്ടർ എന്നുള്ള ഒരു ഭാവം കൊണ്ടുവന്നിട്ട് യു റിലീസ് യുവർ സെൽഫ്. അപ്പൊ നമ്മൾ ഈ ബ്രീതിങ്ങിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ഐ മീൻ യു ഷുഡ് നോട്ട് തിങ്ക് അബൌട്ട് എനിത്തിങ് എൽസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? അങ്ങനെ തിങ്ക് അബൌട്ട് എനിത്തിങ് എൽസ് ഇല്ല. നമ്മളൊരു കമാൻഡ് അവർ പറയുമ്പോൾ അതിനോട് ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ നാച്ചുറലി നമ്മളൊരു ഹ്യൂമൻ ബ്രെയിൻ ആകുമ്പോൾ നമ്മൾ അത് ഡൈവേർട്ട് ആവും. വി ഹാവ് ലോട്ട് ഓഫ് തോട്ട്സ്. അതിന് നമ്മൾ മെഡിറ്റേഷൻ അത് കുറെ തോട്ട്സ് വരുമ്പോൾ നമ്മൾ എന്തായാലും ഡൈവേർട്ട് ആവും. അല്ല, ഈ മെഡിറ്റേഷൻ എന്നെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യ. എന്താന്നറിയോ? മെഡിറ്റേഷൻ ചെയ്യൽ ഇതേപോലെ കുറച്ച് സുഖാണെന്നാ ഞാൻ കേട്ടെ. ആണോ? അതിനെന്ത് നമ്മള് മാറ്റ് വിരിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ രാവിലെ എന്തെങ്കിലും കുറച്ച് സ്ട്രെസ് ഉള്ള ഒരു ദിവസം ഞാൻ ഓർക്കാം മെഡിറ്റേറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം ഓർക്കുന്ന എന്താ, മാറ്റ് ഇനി എടുത്തിട്ട് വന്ന് ഞാൻ ഇനി മനസ്സിനെ കാം ചെയ്ത് അപ്പൊ തലയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വരണോ, എന്താന്ന് പറയാ ഈ തോട്ടൊന്നും മാറണ്ടേ, എന്നിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കണോ. ഞാൻ മറ്റേ മ്യൂസിക് ഇടാറുണ്ട്, എന്തോ വാട്ടർ ഫ്ലോയിങ്, കൃഷ്ണാസ് ഫ്ലൂട്ട്, ഇതൊക്കെ കേൾക്കും. അതൊക്കെ നല്ലതാട്ടോ. അതൊരു ടൈപ്പ് ഓഫ് മ്യൂസിക്കൽ ഫോക്കസ് വെച്ചിട്ട് ചെയ്യുന്ന. പക്ഷെ മെഡിറ്റേഷൻ പറയണത് ഇത്രയ്ക്ക് എക്സ്ട്രാ എഫേർട്ട് എടുത്ത് ചെയ്യണത് ഒരു മെഡിറ്റേഷൻ പോലെ ചെയ്യണമെന്നില്ല. നാച്ചുറലി നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് സമാധാനത്തിൽ ഇരുന്ന് നിങ്ങളുടെ കണ്ണടച്ചിരുന്ന് എന്ത് പ്രോസസ് ആയാലും ശരി, അതിപ്പോ മൈൻഡിൽ തോട്ട്സ് വരും, അതിന് നിർത്താൻ പറ്റില്ല. ഇറ്റ് ടേക്സ് ടൈം. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു 10 മിനിറ്റ് സ്റ്റാർട്ടിങ് ആയിട്ടൊന്നു അല്ലെങ്കിൽ ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ഒന്ന് ഇരുന്ന് തുടങ്ങിയാൽ ദാറ്റ്സ് ഹൗ ദ പ്രോസസ് സ്റ്റാർട്ട്സ് ആസ് എ ബിഗിനർ. പിന്നെ സമയമില്ല, മെഡിറ്റേഷൻ ചെയ്യുന്നില്ല, പക്ഷെ ഒരാൾ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. ഒരു ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, മണ്ഡല ആർട്ട്. ഇപ്പൊ ഒരാൾ വർക്ക്ഷോപ്പ് ചെയ്യുന്ന മണ്ഡല ആർട്ട് ചെയ്യുന്നു, പക്ഷെ ആൾക്കൊരു ആളുടെ സെൽഫായിട്ട് ഒരു മണ്ഡല ആർട്ട് ഉണ്ടാക്കണം. ആരോടൊരു 3 മണിക്കൂർ 4 മണിക്കൂറും മൈൻഡും ബോഡിയും ഫോക്കസ് ചെയ്തിട്ട് ആളത് ചെയ്യുകയാണെങ്കിൽ അതൊരു മെഡിറ്റേഷനാ. അപ്പൊ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴോ? ആണ്. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോ വെറുതെ ചില്ലറ പണിയൊന്നും അല്ലല്ലോ. യുവർ മൈൻഡ് ഈസ് ഗോയിങ് ദേ, യു പുട്ടിങ് യുവർ എനർജി ഇൻസൈഡ്. ആ ഭാവമൊക്കെ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇടുന്നു. അതുകൊണ്ടാണ് ആ ഫുഡിനോടുള്ള ഒരു ഓറ അതിൽ കിട്ടുമ്പോൾ നമ്മള് മറ്റുള്ളവർക്ക് സെർവ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അവിടെ നിങ്ങളുടെ മൈൻഡും ഉണ്ട്, ബോഡിയും ഉണ്ട്, നിങ്ങളുടെ സോളും ഉണ്ട് അവിടെ. സോ ഇറ്റ് ഈസ് ഓൾസോ മെഡിറ്റേഷൻ. ഇപ്പോഴേ ഒരു ഓറാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എന്റെ പെട്ടെന്ന് മനസ്സിൽ വന്നത് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കാണുന്ന ഓറ ഫാമിങ് അതെങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയാണോ കൊണ്ടുവരുന്നത്?
ഓറ ഇങ്ങനെയൊക്കെ കൊണ്ടുവരാനൊന്നും പറ്റില്ല. എല്ലാവർക്കും അവരവരുടേതായ ഓറയൊക്കെ ഉണ്ടാവും. ഉം. നിങ്ങൾ നാച്ചുറലി Yeah. പോസിറ്റീവ് ആണെങ്കിൽ ഉം. ഡെഫിനറ്റ്ലി അപ്പുറത്തുള്ള ഒരാൾക്ക് അത് ഉം. ഫീൽ ചെയ്യാൻ പറ്റും ഉം. ആ ഓറയിൽ കയറുമ്പോ. അതാണോ നമ്മളൊക്കെ എക്സാക്ട്ലി. ഇപ്പൊ നമ്മള് മൂന്നേറ്റ ഓറ നല്ല ഓറയാണ്. അതുകൊണ്ടാണ് നമ്മൾ മൂന്നേരം ഇങ്ങനെ ഇരിക്കുന്നത്. ശരിയാ. എവിടെയെങ്കിലും ഒരു ഡിപ്പ് വന്നാ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. അതെ, ഒരാള് സാഡ് ആയ അടുത്ത ആള് പോസിറ്റീവ് ആയ നമ്മൾ ഓരോ മാറുമല്ലോ. കിട്ടി. Idea. മെഡിറ്റേഷനുമായി അപ്പൊ വെറുതെ ഡാൻസ് ഒന്നും പഠിക്കണ്ട അല്ലേ? പഠിക്കണ്ടെന്നല്ല, പഠിക്കാം. ഡാൻസ് ഓറ സ്റ്റെപ്പ് പഠിക്കണ്ട. ഓറ സ്റ്റെപ്പ് പഠിക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് വേണ്ടി ഇനി. ഇതിപ്പോ വല്ല ജെൻസി കുട്ടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഇപ്പൊ തല്ലി ഓടിക്കാനുള്ള എല്ലാ വഴിയുണ്ട്. പിന്നെന്താ അറിയോ, നിങ്ങൾ തമ്മിലുള്ളൊരു എപ്പോഴും ഞാൻ കാണുന്ന ഒരു സിമിലാരിറ്റി കേട്ടോ. രണ്ടാളും എനിക്ക് അറിയുന്ന കുട്ടികൾ, ഐ മീൻ ആൾക്കാരാണല്ലോ. അപ്പൊ എല്ലാ കുട്ടികളെന്ന് വിളിച്ചോ? ഞങ്ങളെ Okay, okay. Thank you, ചേച്ചി. അതെ, we love to keep the inner child inside us alive. നോക്കൂ, ഭാവനയ്ക്കൊരു ഹാബിറ്റ് ഉണ്ട്. എല്ലാ രാത്രിത്തെ ഐ മീൻ എല്ലാ അവളുടെ ഡേ എൻഡ് ചെയ്യുന്ന സമയത്ത് യു ഗോ ഫോർ ഡ്രൈവ്സ് അല്ലേ? Yeah, അതെ. സിമിലർലി അതെ. ഇവരും രഞ്ജുനും ഹസ്ബൻഡും ആണല്ലേ? അപ്പൊ എന്തറിയോ, അത് ഞങ്ങൾ മീ ടൈം അങ്ങനെയൊക്കെ നിങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പൊ അതിൽ നിങ്ങളുടെ മീ ടൈമോ നിങ്ങളുടെ അസ് ടൈമോ ആയിട്ടാണോ നിങ്ങൾ രണ്ടാൾക്കും ഇതേ കാര്യം ഇഷ്ടം? ആദ്യം അതെ. ഭാഗ്യം പറ. ഇഷ്ടം അല്ല, ഇപ്പൊ എല്ലാം ഫുൾ ഡേ വൈൻഡ് അപ്പ് ആയി. ഉം. ഈ ഹസ്ബൻഡേഴ്സ് വന്നു. ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോ ഒന്നുമില്ല, ടു മച്ച് ടയേർഡ് ആണെങ്കിൽ ബെസ്റ്റ് റിഫ്രഷ്മെന്റ് ആണ് ഈ വണ്ടി എടുത്തിട്ട് ഉം. ജസ്റ്റ് ചുമ്മാ പോവാ. ഉം. അതേ റോഡും ഒക്കെ തന്നെയാണ്, ബട്ട് ആ ഒരു നല്ല ഇഷ്ടമുള്ള ഒരു പാട്ട് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവും. ഒരു 3-4 ബോട്ടാകുമ്പോ ഒരു യൂ ടേണിന്റെ കട്ട് കിട്ടി, എന്നാ അവിടെ വളച്ചാലോ, ഇല്ല വേണ്ട ഇനി ഒരു നെക്സ്റ്റ് യൂ ടേൺ കട്ടിൽ വളയ്ക്കാം. അപ്പൊ അങ്ങനെ വളച്ചിട്ട് പോകുമ്പോ ഒരു റിഫ്രഷ്മെന്റ് ആണ്. ഇത് ഇവര് യൂ ടേൺ അല്ലേ? ഞങ്ങൾ എന്തിനാ പോണെന്ന് അറിയാം, ലെമൺ ടീ. അതിന് ഓ, ടീ ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ, ആണോ? രണ്ടുപേർക്കും. ആണോ? പക്ഷെ കിട്ടാത്ത കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ യൂ ടേൺ അടിക്കുന്നേ ഉള്ളൂ. ഇതാ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്കിന് ഒരു കട കാണും. അത് രാത്രിയിൽ പോകുന്ന ആട്ടോ രസം, എന്തൊരു അതെ. കാമിങ് ആണെന്നറിയോ. നല്ല രസാ. രാത്രി എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരിക്കുകയില്ല. എനിക്ക് മോർണിംഗ് ഡ്രൈവിംഗ് ആണ് എപ്പോഴും ഇഷ്ടം. ആണോ? അപ്പൊ നൈറ്റ് എന്താണെങ്കിലും ഹസ്ബൻഡ് തന്നെ ഡ്രൈവ് അതെ. ചെയ്തേ പറ്റൂ. അപ്പൊ ഞാൻ ഇങ്ങനെ വെളിയിലോട്ടൊക്കെ നോക്കി ഇങ്ങനെ അതെ. നല്ല പാട്ട് കേട്ടോ. പ്രത്യേകിച്ച് എനിക്കറിയത്തില്ല, കുറച്ച് ഓൾഡ് ഹിന്ദി സോങ്സ്. ഇതാണ് എന്റെ ഒരു വൈബിനുള്ള. അപ്പൊ അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോയി ഒരിടത്ത് ലെമൺ ടീ കുടിക്കാൻ. അവിടെ കുറച്ച് തിരക്കാൻ തോന്നുന്നു. അവിടെ 2 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. നമുക്ക് കുറച്ചും കൂടെ ഫ്രണ്ടിൽ പോയി നോക്കിയാലോ. ഇത് ഇവരുടെ യൂ ടേൺ പോകുന്നത്. ഞങ്ങൾ ഇങ്ങനെ ഈ കട വേണോ ആ കട വേണോ എന്ന് പറഞ്ഞിട്ട്, പിന്നെ എവിടെ അപ്പുറത്തെ സൈഡിൽ തിരക്കുള്ളായിരിക്കും. നമ്മൾ അവിടെ വരെ പോയി യൂ ടേൺ എടുത്തിട്ട് വരാം. എന്നിട്ട് പോയി അപ്പൊ അങ്ങനെ കുടിച്ചിട്ട് ഒരു ഹാഫ് ആൻ അവർ ഒക്കെ ആകുമ്പോഴേക്കും മൈൻഡ് ടോട്ടലി ഫ്രഷ് ആവും. ദെൻ യു ആർ ഹാപ്പി ആൻഡ് നൈസ് വിത്ത് ദ പേഴ്സൺ യു ലവ് ആൻഡ് യു സ്ലീപ് ടു. ഇതുപോലെ ending the day. സൺഡേയിലെ കവയില് പോയാലും അതെ. എനിക്ക് രാവിലെ പോണം കേട്ടോ. കവയില് തിരക്ക് വരുന്നതിന് മുമ്പേ പോണം. എന്ന് പറഞ്ഞാൽ ഒരു 6:30 നമ്മൾ Yes. സ്റ്റാർട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അങ്ങോട്ട് മോർണിംഗ് ആയിട്ടും ഇല്ല, എന്നാ ഒരു മൂടൊന്നും പോയിട്ടില്ല. അതെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ അവിടെ ഒരു പാറ കുറച്ച് ഇരിക്കാനുള്ള അങ്ങ് എൻഡിലാവുമ്പോ അവിടെ അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെ ഫുള്ള് വെള്ളം. അവിടെ ഇരുന്ന ഇങ്ങനെ മലകള് വെള്ളം എല്ലാം കണ്ടോണ്ടിരിക്കും. ഇത് പറയുമ്പോൾ ഞാൻ ഓർത്ത് ഞങ്ങള് നമ്മുടെ ഡാമിന്റെ ബാക്കില് ഓറിയോർ റിസോർട്ടിൽ ആ പോണ വഴിക്കൊക്കെ രാവിലെ ഒരു 6:30 പോയാൽ അവിടെ ഒന്ന് പോയി ഇരുന്ന ആ തന്നെയാ പ്രകൃതി. ഞാൻ പറഞ്ഞത്. ആ കല്ലുകളും ആ ഒരു അതെ, ഇത് നല്ല രസാ. കഴിഞ്ഞിട്ടാണ് ആ ഓറിയോറിന്റെ ഇത് വരുന്നത്. എന്താ പറയുക, ഒരു ബ്രിഡ്ജ് പോലെ, എൻട്രി പോലെ വരുന്നത്. അയ്യോ എന്ത് പിന്നെ രസമാണ്. വേറൊരു ബ്രിഡ്ജും ഇല്ലേ അവിടെ? നമ്മൾ അങ്ങോട്ട് പോണ വഴിക്ക് അവിടെ എത്തുന്നതിന്റെ മുമ്പേ ഒരു first bridge തന്നെ ഒരു ഉണ്ട്. bridge. ഫസ്റ്റ് അവിടെ- അവിടുന്ന് നോക്കിക്കഴിഞ്ഞാ ഒരു വ്യൂ കണ്ടില്ലേ? വെള്ളവും നല്ല ഈ രസാ. സൈഡിൽ ഒരു അതെ, സ്ലോപ്പും അതെ, പിന്നെ അതെ. അപ്പുറത്തെ ഹില്ലും. അതെ അതെ. ഇപ്പൊ ഇതില് തന്നെ ഇപ്പൊ നമ്മുടെ സ്പെഷ്യലി പാലക്കാട് നമുക്ക് മൺസൂൺ മഴ തുടങ്ങാറാവുമ്പോ ആദ്യത്തെ സ്ഥലം ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾ രണ്ടുപേരും പോണത് ആ സ്ഥലത്തേക്കായിരിക്കും. നമ്മുടെ Boys, favourite അതെ, spot favorite ആണ്. spot ആണ് അത് ഞങ്ങക്ക്. ഇപ്പൊ എന്റെ കസിൻസ് ഒക്കെ ഇല്ല, നാട്ടിൽ നിന്നൊക്കെ വരുമ്പം ഇവിടെ വന്ന ആദ്യം ഞങ്ങൾ വിടുന്ന സ്ഥലമാണ് കവ. എന്താന്ന് പറഞ്ഞാൽ കവ കണ്ടു കഴിഞ്ഞാൽ പാലക്കാടിന്റെ ഒരു ലുക്കേ ആൾക്കാർക്ക് അറിയാം. എന്തൊരു beautiful സ്ഥലാ അത്. മൗണ്ടൻസും ആ റോഡും ആ വെള്ളവും ആ ക്ലൗഡ്സും. എന്റെ അടുത്ത് എല്ലാ വർഷത്തെ ഫോട്ടോസും കളക്ഷൻസ് ഉണ്ട്. എവ്രി ഇയർ ഐ കളക്ട് ഡിഫറെന്റ് നേച്ചറിന്റെ ആ ക്വാളിറ്റീസ് ഫ്രം ദാറ്റ് പ്ലേസ്. വെരി നൈസ്. ഭാവനി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മളുടെ മനസ്സിനെ സൂചിക്കാൻ എപ്പോഴും നമുക്കിങ്ങനെ ഡ്രൈവിനും ഒന്നും പോകാൻ പറ്റില്ലല്ലോ. സോ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ലൈക്ക്
മൈൻഡ് എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ്. ഇപ്പൊ രാവിലെ സ്കൂളിൽ കുട്ടികൾക്ക് ചിലപ്പോൾ മോർണിംഗ് ക്ലാസ് ഉണ്ടാവും. അപ്പം രാവിലെ എണീറ്റ് ഫുഡ് ഉണ്ടാക്കണം, അവരെ വിടണം, അതെ അതെ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ക്ഷീണം വരില്ലേ? ആ ഒരു ടൈമിൽ എന്തെങ്കിലും ഭയങ്കര നല്ലൊരു മെഡിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വേർ യു യു കുഡ് can release കാം യുവർ അതെ സെൽഫ്. ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു ഈസ് ബിക്കോസ് ഓൾറെഡി യു ആർ ടയർഡ് അവിടെ നിങ്ങൾ ക്ഷീണിച്ചു പോയി ഫ്രം ദ യു ആർ സ്റ്റാർട്ടിങ് ഓഫ് ദ ഡേ ജസ്റ്റ് സിറ്റ് ഡൗൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിടക്കുകയും ചെയ്യാം യു ക്യാൻ ലൈ ഡൗൺ വാട്ട് എവർ ഇസ് കംഫർട്ടബിൾ ബ്രെത്ത് വർക്ക് ചെയ്യാം ലൈക്ക് ബ്രീതിങ് മെഡിറ്റേഷൻ അതായത് യു ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് റിലാക്സ് യുവർ ബോഡി എസ്പെഷ്യലി ശവാസന പറഞ്ഞില്ലേ അതിന്റെ ഒക്കെ ഒരു വെർഷൻ തന്നെ പക്ഷെ യു റിലാക്സ് യുവർ ബോഡി ക്ലോസ് യുവർ ഐസ് ഫോക്കസ് ഓൺലി ഓൺ ബ്രീതിങ് ഈ ഇൻഹലേഷനും എക്സലേഷനും പോണത് അതായത് യു ക്യാൻ ഫോക്കസ് ഈതർ ഓൺ യുവർ ബെലി അല്ലെങ്കിൽ ഓൺ ദ ലങ്സ് റീജിയൻ അല്ലെങ്കിൽ അതും ഇല്ല എനിക്ക് അതുപോലും ചെയ്യാൻ പറ്റുന്നില്ല പറഞ്ഞാൽ ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ നോസ്ട്രിൽസ് നിങ്ങൾക്ക് ഒരു ബ്രീതിങ് പോണതും വരണതും ഡെയിലി ആക്ടിവിറ്റി നമ്മുടെ ബോഡി വർക്ക് ചെയ്യുന്നത് നമ്മുടെ പ്രാണ ലൈഫ് ഫോഴ്സ് വെച്ചിട്ടാണ് അത് നമ്മൾ ആരും അത്രയ്ക്ക് ശ്രദ്ധിക്കാറില്ല പക്ഷെ അത് ഫോക്കസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു 6 ബ്രെത്ത്സോ 7 ബ്രെത്ത്സോ ഒന്ന് കണ്ടിന്യൂസ് ആയി ഫോക്കസ് ചെയ്താൽ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയി ഫോക്കസ് ചെയ്യാൻ പറ്റണം എന്നില്ല കേട്ടോ പക്ഷെ യു ക്യാൻ ബ്രേക്ക് ഇറ്റ് ആൻഡ് അഗെയിൻ കം ബാക്ക് ദാറ്റ് ഇസ് ഓൾസോ ഫൈൻ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ യു വിൽ നാച്ചുറലി കൗണ്ട് ഡൗൺ അതാണ് ആ ഹ്യൂമൻ ബോഡിയുടെ ഒരു നാച്ചുറൽ പാറ്റേൺ അങ്ങനെയാണ് നമ്മുടെ മൈൻഡ് നമ്മൾ കൊണ്ടുവന്നാൽ ഇൻ റിതം വിത്ത് ദ ബ്രീതിങ് യു വിൽ സ്റ്റാർട്ട് കാമിങ് ഡൗൺ മേ ബി ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങിയും പോവാം because you are naturally releasing your body. Best thing is you focus on the belly region, I would say. Easy ആണ് നമുക്ക് കിടന്നിട്ട് കൈയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ നമ്മുടെ ബെല്ലി മുകളിലോട്ട് പോകുന്നു നമ്മൾ എക്സേൽ ചെയ്യുമ്പോൾ തന്നെ പതുക്കെ താഴെ വരുന്നു ആ ഒരു പാറ്റേൺ ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കിയാൽ തന്നെ യു വിൽ റിലാക്സ് ഞാൻ എന്തായാലും ട്രൈ ചെയ്യും എന്താ കാരണം അറിയോ ഇതിന്റെ മുമ്പേ ഒരു മോങ്ക് യൂട്യൂബിൽ നമ്മൾ കാണുമ്പോൾ ആ മോങ്ക് ഒരു സജഷൻ പറഞ്ഞിരുന്നു കി യുവർ മൈൻഡ് ഇസ് ലൈക്ക് എ മങ്കി in jumping here and there and it is not easy to control it പക്ഷെ അവര് പറഞ്ഞത് ഈ മെത്തേഡാണ് വാച്ച് യുവർ ബ്രീതിങ് ഇൻഹേൽ എക്സേൽ പക്ഷെ എനിക്കത് പ്രാക്ടിക്കലി പറ്റിയില്ല ഐ ട്രൈഡ് നമ്മൾ കേൾക്കുമ്പോൾ ട്രൈ ചെയ്യും പക്ഷെ ഇപ്പൊ ഭാവനി പറഞ്ഞത് ബെല്ലി ട്രൈ ചെയ്യൂ പറഞ്ഞപ്പോ ഐ തിങ്ക് എനിക്ക് കുറച്ചും കൂടി പറ്റും കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? കോൺഷ്യസ്ലി നിങ്ങൾ 2 കൈയും വെച്ചിട്ട് കുറച്ച് നേരത്തേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കിയാൽ മേ ബി ഒരു 2 ബ്രീതിങ് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോ എന്തെങ്കിലും പോവും അത് അവിടെ ഒരു സാധനം കിടക്കണു അല്ല അവിടെ ആരെ വന്ന് ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ടാവും അത് കുഴപ്പമൊന്നുമില്ല അപ്പൊ പിന്നെയും തിരിച്ച് ഓർമ്മ വരുമ്പോ അയ്യോ എന്റെ വയറുണ്ട് അവിടെ ഞാൻ ഒന്ന് ബ്രീത്ത് ചെയ്യട്ടെ അപ്പൊ ഇങ്ങനെ പതുക്കെ അങ്ങനെ ചെയ്ത് വരുമ്പോ ഒരു നിങ്ങൾ അറിയില്ല ഒരു 10-15 മിനിറ്റ്സ് ആകുമ്പോഴേക്കും യു ആർ ഓൾറെഡി ഇൻ ടു ഇറ്റ് വെരി നൈസ്. നമുക്കൊക്കെ ചെയ്യാം അങ്ങനെ അല്ലേ? ടയേർഡ് ആവുമ്പോ ഇതാകുമ്പോ ആരുടെയും ആവശ്യമില്ലല്ലോ ആരുമല്ല ആ സമയത്ത് യു ഡോണ്ട് നീഡ് ഗ്രൂപ്പ് ഒക്കെ അല്ലേ നമ്മുടെ തന്നെ It's all about you. മീ ടൈം. It's your me time. You know how to get awareness of your own breathing. That's the best thing you can do. അപ്പൊ ഈ കണ്ണടച്ചിട്ടാണോ അത് ചെയ്യേണ്ടത് അതോ കണ്ണടച്ച് ചെയ്താൽ നല്ലത് അങ്ങനെ മാൻഡേറ്ററി ഒന്നുമില്ല ഡിപ്പെൻസ് അപ്പോൺ ദ കംഫർട്ട് ഇപ്പൊ കണ്ണടച്ച് ചെയ്താൽ ഇറ്റ് ഈസ് ഈസി ടു ഫോക്കസ് ചിലർക്ക് ഉറങ്ങിപ്പോ പൊയ്ക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ബോഡിയുടെ അവിടെ ഒരു നാച്ചുറൽ ടെൻഡൻസി ആണല്ലോ അത്രയും ക്ഷീണം അവിടെ ഉള്ളത് കൊണ്ടാണ് അത് ഉറങ്ങി പോണത് ദാറ്റ് ഈസ് ഫൈൻ കണ്ണടച്ചാലും കുഴപ്പമില്ലാന്നോ അതെ ഫോൺ സൈലന്റ് അത് പ്രത്യേകിച്ചിട്ട് ഈ ഫോണും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഷുഡ് ബി അവേ ഫ്രം യു ദാറ്റ് ഇസ് എ ബിഗ് പോയിന്റ് ഈവൻ ദ ടി വി ഷുഡ് ബി അവേ ഫ്രം യു കോളിംഗ് ബെല്ല് വന്ന് ആരെങ്കിലും അടിച്ചാലും യു ഷുഡ് നോട്ട് ഗെറ്റ് ഡിസ്റ്റർബ് ഈ നമ്മള് ഹോട്ടൽ റൂംസിന്റെ ഒക്കെ മുമ്പിൽ വെക്കുന്ന പോലെ ഒരെണ്ണം എടുത്ത് അവിടെ തൂക്കിയിടുക എന്നിട്ട് ഓൺ മെഡിറ്റേഷനും കൂടെ എഴുതുക അപ്പൊ പിന്നെ ആൾക്കാർക്ക് വരുമ്പോ ഇതാ സോറി എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് പൊക്കോളൂല്ലോ ഐഡിയ അതെ. ഈ ഗാഡ്ജറ്റ്സിനെ പറ്റി പറയുമ്പം ഇപ്പൊ നമ്മൾ നോക്കുമ്പോ ഇവൻ കുട്ടികളാണെങ്കിലും ആ കോൺസെൻട്രേഷൻ സ്പാൻ ഒക്കെ ഭയങ്കര കുറവല്ലേ അല്ലേ ഗോപു? അത് നമ്മൾ ഈവൻ നമ്മളും അതാ ഞാൻ പറയാൻ കുട്ടികളല്ല പറയണ്ടേ ഈവൻ നമ്മളും ഇപ്പൊ ഈ മെഡിറ്റേഷൻ നമ്മൾ ഗാഡ്ജറ്റ് മാറ്റി വെക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എന്റെ തലയിലോട്ട് വന്നത്. നമ്മളാണെങ്കിലും ഇപ്പം മെഡിറ്റേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്കിനായിരിക്കും ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് വരുന്നത്. ഇതൊന്ന് നോക്കട്ടെ അവിടെ ഇരുന്നാ പോയി പിന്നെ ഷോർട്സ് ആയി റീൽസ് ആയി ഇങ്ങനെ അയ്യോ 1.5 മണിക്കൂർ പോയി. നമുക്കൊരു പ്രശ്നമുള്ള ഒരു കാര്യമാണ്. സോ അതിനെന്തെങ്കിലും ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അതിന് എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് നല്ല ഡിസിപ്ലിൻഡ് ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു ടൈം സെറ്റ് ചെയ്യുക ഒരു ദിവസത്തിൽ. അതായത് ഒരു രാത്രി ഇപ്പൊ
രാവിലെ ഉം. പിന്നെ രക്ഷയില്ലല്ലോ. ഉം. ഇപ്പൊ രാവിലെ കുട്ടികളും തിരക്കൊക്കെ ഉം. ഉണ്ടാവുമ്പോ എന്തായാലും ഫോൺ തൊടൽ നിങ്ങൾ തൊടാൻ നിൽക്കില്ലല്ലോ. കിച്ചണിലെ അതിന്റെ വർക്ക് ഇടയിൽ ചെയ്യണ ഞങ്ങള് തൊടും. അല്ല ഞാൻ പറയാ ഒരു ഇത്. അപ്പൊ ഒരു ടൈം സെറ്റ് ചെയ്യുക. അതായത് രാവിലെ ഒരു 10 മണി തൊട്ട് രാത്രി ഒരു 8 മണി വരെ. ഇതാണ് എന്റെ ആ ഫോണിന്റെ ടൈം. ഓക്കെ. ഓക്കെ. ഉം. ഈ 8 മണി കഴിഞ്ഞാൽ ബോംബ് പൊട്ടിയാലും ഞാൻ ആ സ്ക്രീൻ നോക്കില്ല. നല്ല വിൽ പവർ വേണമല്ലേ? നല്ല വിൽ പവർ വേണം. പിന്നെ ആദ്യമൊക്കെ കുറച്ച് നല്ല സ്ട്രോങ് ടെൻഡൻസി ആയിരിക്കും. അയ്യോ എനിക്ക് അത് പറ്റണില്ല, ആരെങ്കിലും വിളിച്ചാലോ, ഞാൻ നോക്കട്ടെ, അല്ല ആ മെറ്റീരിയൽ എന്തായി എന്നൊക്കെ തോന്നും. ഓക്കെ, ഏതെങ്കിലും ഒരു ചീറ്റ് ഡേ വെച്ചിട്ട് ഇടയിൽ ഒന്ന് ട്രൈ ചെയ്യൂ. ടു മച്ച് ഓഫ് ഫോഴ്സിങ് യുവർ സെൽഫ് ഇസ് നോട്ട് ഗുഡ്. ഓക്കെ. അപ്പൊ നാച്ചുറലി ഒരു ദിവസം പിന്നെ ഇനി ഞാൻ നാളെ, അതായത് ഇനി 2 ദിവസം ഐ ഷുഡ് ബി ഡിസിപ്ലിൻഡ്. ഓക്കെ, അത് കഴിഞ്ഞ് 3-ാം ദിവസം യു ഷുഡ് ബി ഹാപ്പി. ഞാൻ 2 ദിവസമെങ്കിലും ചെയ്തല്ലോ. അതെ. സെൽഫ് മോട്ടിവേഷൻ ആയിട്ട് അങ്ങനെ എടുത്തിട്ട് സെറ്റ് എ സ്ക്രീൻ ടൈം ഫോർ യുവർ സെൽഫ്. ഇത് എന്റെ ഓഫ് സോൺ ആണ്. പിന്നെ വേറൊരു പാറ്റേൺ ഐ വുഡ് ലവ് ടു ഡു ഇസ്, ഞാൻ എനിക്കും ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ നമ്മൾ ഈ എസ്പെഷ്യലി വി ഹാവ് എ ടെൻഡൻസി ഓഫ് പുട്ടിങ് അവർ ഫോൺ ചാർജിങ് നെക്സ്റ്റ് ടു അവർ ഹെഡ് ഓർ ഇൻസൈഡ് അവർ ബെഡ്റൂം wherever we are sleeping or we are ending the day. ആ ഫോൺ അവിടെ വെക്കാണ്ട് put it in some other room. Put in charge in some other room. There is lot of other കുറേ കാര്യങ്ങളുണ്ട്. അവിടെ പുറത്ത് മൂണുണ്ടാവും, ജനൽ കൂടി നോക്കിയാൽ. അടുത്തൊരു നല്ല മനുഷ്യനുണ്ട്, നമ്മൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അങ്ങനെ ഞാൻ ഓർത്ത് അടുത്ത വീട്ടിലോ ഞെട്ടിപ്പോയി ഭഗവാനെ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അടുത്തുള്ള ഭംഗിയുള്ള ഒരു വ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് സണ്ണും, അതെ നമ്മുടെ അടുത്ത് കിടക്കുന്ന ആള്, അടുത്ത് കിടക്കണ ആള്, അതായത് നമ്മുടെ കൂടെ മൂണിനെ നോക്കി അപ്പുറത്തെ മൂണിന് കാണാം, കുറെ ക്ലൗഡ്സ് ഉണ്ട്. ഭാഗ്യമാണ് ഫ്ലാറ്റിലല്ലാത്തത്. അതെ, സത്യം കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ തല്ല് കൊണ്ടാന്ന്. അടുത്ത വീടുകളൊക്കെ ഉണ്ട്. അല്ല, അടുത്ത വീട്ടിൽ ഇപ്പൊ കൊറേ ആൾക്കാർ ഹാപ്പിയാണ്. ഞങ്ങൾക്കൊന്നും അത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഞങ്ങളൊക്കെ ഫ്ലാറ്റിലാണ്, ഭയങ്കര ഡേഞ്ചറസ്. പക്ഷെ എനിക്ക് സേഫ് ആട്ടോ. എനിക്ക് എല്ലാ വ്യൂവും ഫീൽഡും പശുക്കളും ഇതൊക്കെ തന്നെയുള്ളൂ. ഞാൻ രക്ഷപ്പെട്ടു. നമ്മള് നേരെ നേച്ചറിലേക്ക് എന്റെ എൻട്രി മൊത്തം നേച്ചറിലേക്കാണ്. അപ്പൊ എന്റെ റൂമിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ കിടക്കുമ്പോ എനിക്ക് വ്യൂ ചെയ്യാൻ എനിക്ക് മൂണുണ്ട്, ദർ ഇസ് ക്ലൗഡ്സ് ഉണ്ട്. പിന്നെ എസ്പെഷ്യലി നമ്മുടെ ഈ പാലക്കാടത്തെ ഹൈവേ ഇല്ലേ, അതിലത്തെ ആ സ്ട്രീറ്റ് ലൈറ്റ്സ്, നമ്മുടെ കോയമ്പത്തൂർ ഹൈവേയുടെ എന്ത് രസം അറിയോ കാണാൻ. ഇറ്റ് ഇസ് എ സ്മോൾ തിങ്, പക്ഷേ ഭയങ്കര രസമാണ്. ഇറ്റ്സ് സോ ക്ലാസി വിത്ത് ദോസ് ലൈറ്റ്സ്. ആൻഡ് ദർ ഇസ് മൗണ്ടൻസ്, നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്, പിന്നെ അവിടെ ഒരു മൂൺ ഉണ്ട്, നല്ല ക്ലൗഡി ആയിട്ടുണ്ട്. ആൻഡ് ദെൻ യു സോഫ്റ്റ്ലി ക്ലോസ് യുവർ ഐസ്, അടുത്തൊരു നല്ല മനുഷ്യനും ഉണ്ട്. ഇന്ന് മുതൽ എന്റെ പെർസ്പെക്റ്റീവ് ആകെ മാറി. നല്ല മനുഷ്യനോ? അല്ല, മനുഷ്യനോടും കുറച്ച് നല്ലതായി തോന്നും. കൂടാതെ കേട്ടനൊക്കെ മാറ്റി ഞാനോ അതേ ഹൈവേയിലേക്ക് നോക്കി. പക്ഷെ ഗോപു, ഒരു കാര്യമുണ്ട്, നമ്മുടെ നീലി വന്നാലോ? ഞങ്ങളുടെ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ നിങ്ങളുടെ എപ്പിസോഡ്സ് ഒക്കെ കാണാറുണ്ട് കേട്ടോ. നല്ല രസം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് വിത്ത് റെൻ ആൻഡ് ഗോ. നല്ല രസം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീലി അപ്പൊ പറയൂ, ഇതിപ്പോ പറഞ്ഞു വന്നില്ലേ? അതെ, പറഞ്ഞ എന്താ മനസ്സിലായി. നമ്മുടെ ലോക്കയുടെ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ. പണ്ട് തൊട്ടേ നീലി എന്ന് പറഞ്ഞ് നമ്മളൊരു പ്രേതത്തിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. അതെ അതെ. പക്ഷെ ഞാനും ഗോപുടെ കാറ്റഗറിയിലൊക്കെ തന്നെയാണ്. ഒറ്റയ്ക്കൊന്നും ഈ കാറ്റഗറിയിലല്ല, മിക്കവാറും ഈ കാറ്റഗറിയിലുള്ളതാണ്. പക്ഷെ ഗോപുടെ ലെവൽ കുറച്ച് കേട്ടോ, അത്രയ്ക്കില്ല, ഒരു കുറച്ച് മോഡറേറ്റ് ലെവലിലാണ് ഞാൻ. പക്ഷെ നീലി ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ നീലിയിൽ അവരെ കാണിച്ചിരിക്കുന്നത് ഒരു പോസിറ്റീവായിട്ട്, അതായത് ആള് അറ്റാക്ക് ചെയ്യണത് ഈ റോങ് തിങ്സ് ആൻഡ് ദ റോങ് ഇന്റൻഷൻസ് ആൻഡ് ദ ബാഡ് ഇന്റൻഷൻസ് ആണ്. അപ്പൊ നമ്മള് ബാഡ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ യു ഷുഡ് നോട്ട് വറി അബൌട്ട് ഇറ്റ്. നീലി എനിക്ക് ഇഷ്ടമായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നീലിനെ നമ്മള് ഇൻവൈറ്റ് ചെയ്യാണ്ട് ഉള്ളിലും വരില്ലല്ലോ, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. പിന്നെ അധികം ഒരു കോമഡി വരുന്നെങ്കിൽ ആള് വരുമ്പോ കിളിയേ കിളിയേ ഒന്ന് പാട്ടൊക്കെ പാടിയാ മതി. അതോടൊരു നീലി ഓടിപ്പോക്കോളും. അല്ല, നീലിന്റെ നെഗറ്റീവും നമ്മൾ പോസിറ്റീവ് ആക്കും. അതെ, ഭാവനി പറഞ്ഞ പോലെ. എന്താ വെച്ചാല് പാട്ടൊക്കെ പാടി വെൽക്കം ചെയ്യുമ്പോ ദുഷ്ടന്മാര് പോലും അല്ലെ നന്നായി വരില്ലേ? അങ്ങനെ നമുക്ക് ആൾക്കാരെ മാറ്റാൻ പറ്റുമോ ഭാവനി? ഒരാൾക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് ചിന്തിക്കുക, എപ്പോഴും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക. അതെ, നമ്മളൊരു ഭയങ്കര പോസിറ്റിവിറ്റി ആയിട്ട് പോയാലോ? അപ്പൊ ബുദ്ധിമുട്ടാട്ടോ. ഞാൻ കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തിങ് ഈസ്, നമ്മളിപ്പോ കുറച്ച് നല്ലോണം പോസിറ്റീവും ഭയങ്കര ഒരു ഓപ്പൺ പേഴ്സണാലിറ്റി ആണെങ്കിൽ ഫസ്റ്റ് നമ്മളെ എഫക്ട് ആവുക. ബിക്കോസ് വി ആർ സോ
പ്യുവർ ആൻഡ് ഈസിലി ഓപ്പൺഡ് ആവുക, വി ഗെറ്റ് എഫക്റ്റഡ് വിത്ത് അവർ എനർജി. പക്ഷെ നമ്മൾ ഇൻ ദാറ്റ് കേസ് വി ഷുഡ് ഫസ്റ്റ് ലേൺ ടു ബാലൻസ് അവർ എനർജി so that we don't get carried away with their negative energy. It's nothing wrong with them. പക്ഷെ നമ്മൾ ആദ്യം സ്റ്റേബിൾ ആയി കഴിഞ്ഞിട്ട് then we can slowly try, I would say. പക്ഷെ ഫോഴ്സ്ഫുള്ളി ഒരു പരിധിക്ക് മേലെ ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് എ നൈസ് തിങ്. ഇഫ് യു ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് വിത്ത് സംബഡി ഹു ഇസ് നെഗറ്റീവ്, try once, try second also, third time you leave it. It is okay. It is their personality. It is fine. Better you look after yourself first. Self-love, and better you protect your energy. They are not harmful, but you find it difficult, so you keep a line. ഇവിടെ ഒരു കാര്യം പറഞ്ഞതുമായിട്ട് ഞാൻ നന്നായിട്ട് എഗ്രി ചെയ്യുന്നു ഭാവനി. എന്തെന്നറിയോ, ഇതുപോലെ തന്നെ ഗോപുവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഇങ്ങനെയില്ലേ ആരുടെയെങ്കിലും ഒരു സങ്കടം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് then it becomes my സങ്കടം. ഞാൻ എന്നിട്ട് അതിലിരുന്ന് ആലോചന തുടങ്ങും. അവര് ചിലപ്പോ അത് പറഞ്ഞു വിട്ടു, അവര് പോയിട്ടുണ്ടാവും. പക്ഷെ എന്റെ ഉള്ളില് how else can I help her, അല്ലെങ്കിൽ how else can I motivate her, ഇങ്ങനെയുള്ള തോട്ട്സ് വന്ന് അവസാനം എൻ്റെ അടുത്ത് ഹസ്ബൻഡ് ചോദിക്കും, എന്താ നീ ഇപ്പോഴും അതിൽ തന്നെയാണോ? ശരിക്കും ഞാൻ അതിലാണ്. അപ്പൊ ഞാൻ അല്ല 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 എന്ന് പറയും. പക്ഷെ മൈ മൈൻഡ് ഇസ് ഫുൾ ഓഫ് ദാറ്റ്, ജസ്റ്റ് ഗെറ്റ്സ് ക്യാരിഡ് അവേ വിത്ത് വാട്ട് എവർ ഐ ഹാവ് ഹേർഡ്. അപ്പം ഇതുണ്ട് കേട്ടോ ഭാവനി, ഇത് നല്ലൊരു ടിപ്പാ ഞാൻ എന്റെ ഇതിനു വേണ്ടി എടുക്കുക. അപ്പൊ നമ്മൾ ശീലിക്കണം നമ്മളെ തന്നെ അല്ലേ. നിനക്കറിയാം കട്ട് ഓഫ് ചെയ്യാൻ, അറിയോ? നീ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് എ ഫീലിംഗ് ദാറ്റ് ഓ ഐ ഹെൽപ്ഡ് ഹെർ ആൻഡ് ദെൻ യു സ്റ്റോപ്പ് ദെയർ. അതെ അതെ അതെ, സന്തോഷം. യു ആർ വെരി മെച്ചുവേർഡ് ഇൻ ദാറ്റ്. എന്നെ പോലെ അല്ല ഇങ്ങനെ അതിന്റെ കൂടെ ഇങ്ങനെ പോയി കുറെ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരാ. ഞാൻ എന്താ രഞ്ജുവിനെ ഫ്രണ്ട് ആക്കി വെച്ചിരിക്കുന്നേന്ന് ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേറ്റ് ചെയ്യും. വേണ്ടേ അങ്ങനത്തെ ഒരു ഫ്രണ്ട്? വേണ്ടേ? തീർച്ചയായിട്ടും വേണം. എനിക്ക് എല്ലാരെയും മോട്ടിവേറ്റ് ചെയ്യാം. ഇപ്പൊ ഭാവനയെ പറ്റി മോട്ടിവേഷൻ പറയണോ? മോട്ടിവേറ്റ് ചെയ്യണോ? നിങ്ങളുടെ ഇഷ്ടം. ഇത് കഴിഞ്ഞിട്ട് കുറെ ഞാൻ വെച്ചിട്ടുണ്ട്. കേക്കാം. എന്താ അല്ല, പറയുക? നല്ല ഫ്രണ്ട്സ് നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുമ്പം നമുക്ക് അല്ലെങ്കിലും എനിക്ക് തോന്നുന്ന ഒരു ഹാപ്പിനെസ് ഹോർമോൺ പോലെ ആക്കി വെക്കാൻ പറ്റുന്ന ഒരു കാര്യം അല്ലേ. അതെ. ഇപ്പൊ ഫ്രണ്ട്സിനെ നമുക്കിപ്പോ ചൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ. അതിങ്ങനെ നാച്ചുറലി ആയി പോണതല്ലേ. നമ്മളുടെയൊക്കെ സ്വഭാവത്തിന് മാച്ച് ചെയ്യുന്ന ഒരാള് വരുമ്പോ എന്താ നിന്റെ മുഖത്തൊരു വ്യത്യാസം? അങ്ങനെ ആയിരുന്നെങ്കിൽ ആദ്യം കാണുമ്പോ എങ്ങനെയാന്നറിയോ, ഇങ്ങനെ വെച്ചിട്ടൊരു നടപ്പാ. ഞാൻ ആദ്യം ഗോപുനെ കാണുന്നതാട്ടോ. ഞാൻ ഓർത്തു ഫുൾ ഓഫ് ജാട, എവിടുന്നോ നൈജീരിയ എന്നൊക്കെ വന്നെന്ന് പറഞ്ഞ എന്താ ഒരു ജാട. അപ്പൊ ഞാൻ ഇങ്ങനെ ചിരിച്ചു, സാധികയുടെ അമ്മയല്ലേ എന്ന് പറഞ്ഞു. അപ്പം അതേ എന്ന് പറഞ്ഞ് അങ്ങ് പോയി. അപ്പൊ ഞാൻ ഓർത്തു ഈ ലേഡിക്ക് എന്റെ അടുത്ത് വേറെ ഒന്നും സംസാരിക്കാനില്ല, ഞാനാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ മുട്ടിയിരിക്കുക. പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞിട്ടങ്ങ് പോവുകയും ചെയ്തു. ആ ഗോപുവിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നവിടം വരെ എത്തിയില്ലേ? നീ പറയുന്ന പോലെയാണോ? അതെന്താ അറിയോ, ഇപ്പൊ നമ്മൾ എന്താണോ അകത്ത് ആ ഫസ്റ്റ് അപ്പിയറൻസിലെ ആൾക്കാർക്ക് ജഡ്ജ് ചെയ്യാൻ കൊടുക്കണം നിർബന്ധമില്ല അല്ലേ. മേ ബി ദാറ്റ് ഇസ് മൈ ഫസ്റ്റ് വാൾ. ആ ഫസ്റ്റ് വാൾ കഴിഞ്ഞ് ഒരു മേ ബി സെക്കൻഡ് സ്റ്റെപ്പ് എടുത്തിട്ടോ ഒന്നെങ്കിൽ ഐ ഷുഡ് ലൈക്ക് ദം, ഓർ ഈ ഉള്ളിൽ എന്തെങ്കിലും നല്ലതുണ്ടെന്ന് അവർക്ക് തോന്നുമ്പോ ആയിരിക്കും അവർ വരിക. എനിക്ക് തോന്നുന്നു ചിലവരെ കണ്ടില്ലേ, നമ്മൾ പുറത്തുനിന്ന് ഭയങ്കര സ്വീറ്റ് ആയിരിക്കും, നമ്മൾ കാണുമ്പോൾ ഭയങ്കര ചിരിയും കളിയും രസം. വെൻ യു ഗെറ്റ് ടു നോ ദം, ദിസ് ഇസ് നോട്ട് വാട്ട് വി തോട്ട് ദേ ആർ. അങ്ങനെ ഒരു ഫീലിംഗ് വരാറുണ്ട്. അപ്പൊ എനിക്ക് ഞാൻ കോൺഷ്യസ്ലി ചെയ്യണല്ല കേട്ടോ. മേ ബി അത് എന്തോ മേ ബി എന്റെ ഫിയറോ എന്തോ ആയിരിക്കും, വിച്ച് മേക്സ് മീ നോട്ട് വെരി അപ്രോച്ചബിൾ ഫസ്റ്റ്. ആ വോളൊക്കെ ആര് ബ്രേക്ക് ചെയ്ത് ഉള്ളിലോട്ട് പോകുന്നോ അവര് ഗോപുന്റെ ഫ്രണ്ട്സ് ആവും. ആണല്ലേ? ഭാവനയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നോ? എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ബിക്കോസ് ഞാൻ ഈ അപ്പാർട്ട്മെന്റിൽ വന്നപ്പോൾ ഞാൻ ആക്ച്വലി ഫസ്റ്റ് ആയിട്ട് ഇന്ററാക്ട് തുടങ്ങിയ ഇവരുടെ ഒരു ഗാങ്ങിന്റെ കൂടെയാണ്. ആക്ച്വലി സത്യം പറഞ്ഞാൽ അതിൽ ഗോപു ആയിരുന്നില്ല ആദ്യത്തെ ആള്, പക്ഷെ വേറെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്. ആ ഫ്രണ്ട് ആയിരുന്നു ഞാൻ ഇന്ററാക്ട് ചെയ്തത്. അത് മൂപ്പത്തിന്റെ കൂടെ ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് ജെൽ ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ എന്റെ ഹസ്ബൻഡും അവരോട് നല്ല പെട്ടെന്ന് ജെല്ലി. അപ്പൊ എനിക്ക് ആ നാച്ചുറാലിറ്റിയും അവരുടെയുള്ള ഒരു ഓണസ്റ്റിയും നിങ്ങൾ എന്താണോ അത് തന്നെയാണ് ഞാൻ ഉള്ളിലും പുറത്തും. അങ്ങനെയുള്ള പേഴ്സണാലിറ്റീസിലാണ് ഞാൻ പെട്ടെന്ന് ജെല്ലാവുക. അപ്പൊ അങ്ങനെ കേട്ടപ്പോ പിന്നെ വരുന്നു ഒരാള് കഴിഞ്ഞിട്ട് അടുത്ത ആള്, രണ്ടുപേരൊരു 4 പേര് ഇങ്ങനെ ഗാങ്ങത്ത് 4ഉം അടി സെറ്റ്. അപ്പൊ ഞാൻ കുഴപ്പമില്ല. അതിൽ എനിക്ക് ഗോപാണ് കുറച്ചും കൂടി ഒരു റിസർവ്ഡ് ആയി തോന്നിയ ഒരു ക്യാരക്ടർ കേട്ടോ ഈ ഇവരുടെ ഈ ഗാങ്ങില്. അപ്പൊ ഞാൻ ചോദിച്ചില്ല, ഇത് പിന്നെ ഒരു കുറച്ച് സൊഫസ്റ്റിക്കേറ്റഡ് ക്യാരക്ടർ ആണ് തോന്നുന്നു എന്നൊക്കെ തോന്നി. കണ്ടോ, അപ്പൊ ഞാൻ ചിന്തിച്ചത് തെറ്റല്ല.
ആദ്യം തന്നെ വന്ന് ആ. സംസാരിച്ച ഭാവനയ്ക്ക് ഇത് തോന്നി. പിന്നെ വേറെ എനിക്കൊരു ക്വാളിറ്റി ഇത് ഇവരുടെ ഗാംഗിൽ ഇഷ്ടമായത്, അതായത് ഞാനൊരു തുറന്നു ചിരിക്കുന്ന ആളാണ്. എന്റെ അടുത്ത് ഒരു ആർട്ടിഫിഷ്യലി ഒരു റിലേഷൻസ് ഒക്കെ കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റും. ഇറ്റ് വിൽ നോട്ട് വർക്ക് വിത്ത് മീ. ഐ ആം ലൈക്ക് വാട്ട് ഐ ആം, ദിസ് ഇസ് മീ, ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ്, അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇവരുടെ ഗാംഗിൽ ഇങ്ങനെ ഞാൻ ചെറുപ്പട പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഓളി അടിച്ചിരിക്കും. അതും നട്ട് രാത്രി 12 മണിക്കായിട്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്ലാറ്റ് ആദ്യം മറ്റേ ബിൽഡിങ്ങിലായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും 4ാമത്തെ നിലയിൽ വിളിച്ച്, നിന്റെ ചിരിയും നിന്റെ അവിടെ കൂടെയുള്ളവരുടെ ഒക്കെ ചിരിയൊക്കെ 6ാം നിലം വരെ കേൾക്കുന്നുണ്ട്, ഒന്നും കുറയ്ക്കാൻ പറ്റുമോ? നാച്ചുറാലിറ്റി ആണ് എനിക്ക് ബോണ്ട് ചെയ്യാൻ പറ്റിയത്. ആക്ച്വലി കോവിഡ് ടൈം ആട്ടോ, രഞ്ജുവിനെ അറിയില്ല. അതെ. കോവിഡ് ടൈമില് 2 ആൾക്കാരെ ഇതിനുള്ള സീക്രറ്റ്സ് ഉണ്ട്. കോവിഡ് ടൈമിൽ വളരെ കുറച്ച് ആൾക്കാരെ കല്യാണം കഴിച്ചിട്ടുള്ളൂ. ആ കൂട്ടത്തിൽ കല്യാണം അതേപോലെ കഴിച്ചൊരു ഞാൻ. കപ്പിളാണ് ആരെയും വിളിക്കാണ്ടിരിക്കാനായിരുന്നോ? ഞങ്ങളിപ്പോ അങ്ങനെ കോവിഡ് ടൈമിൽ കല്യാണം കഴിച്ചവരെയൊക്കെ ഞങ്ങൾ അങ്ങനെയാ പറയുന്നത്. അങ്ങനെയാണ് പറയാറുള്ളത്, പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അത് ആ. അപ്പത്തെ ഒരു സിറ്റുവേഷനിൽ അപ്പോഴായിരുന്നു ഞങ്ങളുടെ ലൈഫത്തെ ടൈമിങ്സ് ടു മീറ്റ്, ആ 2 സോൾ മീറ്റ് ചെയ്യാനുള്ള ടൈമിങ്സ് ഡിസൈഡഡ് ആ ടൈമിംഗ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ കോവിഡ് ആണ്, അതെന്താ ഈ കോവിഡിനാണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കാണ്, ഫസ്റ്റ് വേവ് സെക്കൻഡ് വേവ് ഒക്കെ. അപ്പൊ ഞങ്ങള് മാരീഡ് ആയ സമയത്ത് അത് ഫസ്റ്റ് വേവ് ആയിരുന്നു. സോ അത് ടോട്ടലി ക്ലൂലെസ്. അപ്പൊ പിന്നെ 2 സൈഡിൽ ഫാമിലിയും പാരന്റ്സും പറഞ്ഞു, ഈ കോവിഡിന്റെ ഒരു തീരുമാനമില്ല, പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഒരു തീരുമാനമുണ്ട്, നിങ്ങൾ കല്യാണം അല്ലെങ്കിൽ പിടിച്ചു വെക്കാൻ പറ്റില്ലെന്ന്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങള് കോവിഡ് സമയത്ത് കല്യാണം കഴിച്ചത്. അപ്പൊ കല്യാണം വീട്ടിലായിരുന്നോ? വീട്ടിലാണ് പറ്റുമോ? പ്ലാൻ ചെയ്തത്. അത് കഴിഞ്ഞ് പക്ഷെ ഇറ്റ് ഈസ് എ റെസ്ട്രിക്റ്റഡ് എൻട്രി മാരേജ് ആയിരുന്നു. അതായത് ഈവൻ എന്റെ ഹസ്ബൻഡിന്റെ പാരന്റ്സ് വർ നോട്ട് ഏബിൾ ടു മേക്ക് ഇറ്റ്, ദേ വർ ഓൺ ഓൺലൈൻ. ഐ ഫാമിലി ഞങ്ങളൊരു 10 മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു 15 പേരുള്ള ഒരു കല്യാണമായിരുന്നു. ആ ബിഗിനിങ്, അതാ ഫസ്റ്റ് അതെ. വേവ്. ആ ഫസ്റ്റ് സമയത്ത് വേവ്. പക്ഷെ ഇത് ഞങ്ങൾക്ക് വിട്ടുതരാൻ ഒരു പ്ലാനും ഇല്ല. ഇവരെ കൊണ്ട് 2ാമത് കല്യാണം കഴിപ്പിച്ചാലും നമ്മളൊക്കെ വിളിക്കണം. അതെ അതെ, അവര് റെഡി ഞങ്ങൾ റെഡി ആട്ടോ. ഞങ്ങൾ വരാനും റെഡിയാ. നോക്കാം, നമുക്ക് കുറെ സ്പോൺസർഷിപ്പ് ഒക്കെ അങ്ങോട്ട് കിട്ടിയാൽ നമുക്ക് കുറെ അങ്ങനെ ചെയ്യാം എല്ലാരും കൂടി. അപ്പൊ കേക്കു പറഞ്ഞു കേക്കു. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാല്, ഞങ്ങള് താഴെ വളരെ കുറച്ചാ നമ്മളപ്പം പുറത്തൊക്കെ ഇറങ്ങണത് അല്ലെ. അതെ ആ സമയത്ത് നമ്മൾ പോണ സമയത്ത് രാത്രി ആകുമ്പോ ഒരു 10 മണിയൊക്കെ ആകുമ്പോ ആരുമില്ല. ആൾക്കാര് എന്താ പറയാ, കൂടുതൽ ആൾക്കാർ കൂടാൻ പാടില്ലെന്നല്ലേ പറയാ. അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഒരു ദിവസം താഴെ ഇരിക്കുമ്പോ ഇവരെന്തോ ഡ്രൈവ് കഴിയും ഇതേപോലെ വരികയാണ് ഇവരെല്ലാണോ വന്നു. ഭാവിനി ഇറങ്ങി. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പരിചയപ്പെട്ട് വരണേ ഉള്ളൂ. എന്റെ ആ ടൈം എടുത്ത് വരുമ്പോ വർത്താനം പറയാൻ തുടങ്ങി രഞ്ജു. ഒരു നീണ്ടുപോയി ചിരിച്ചിട്ട് ഞങ്ങൾക്ക് ആർക്കും കണ്ടൂല്ലേ. രാത്രിയത്തെ സമയല്ലേ, എല്ലാ സ്ഥലത്തും പിൻ ഡ്രോപ്പ് സൈലൻസ്, നഞ്ചാറ് ആൾക്കാര് പറഞ്ഞ് ചിരിയോട് ചിരി. അതും അവിടുത്തെ ആ എക്കോല്, നമ്മള് ഗാർഡനിലാ നിക്കുന്നേ, ആ എക്കോല് എനിക്ക് തോന്നുന്നു ഫുൾ ബിൽഡിംഗ് കേട്ടിട്ടുണ്ടാവും. അതെ. എങ്ങനെയാ അങ്ങനെ ക്ലോസ് ആയി വന്ന് പിന്നെ ഒരു ഭംഗി എന്താ വെച്ചാൽ ഈ റിലേഷൻഷിപ്പിന്റെ ഈച്ച് ടൈം വി മീറ്റ് വി ഗെറ്റ് ഫോണ്ടർ ഓഫ് ഈച്ച് അതർ. അങ്ങനെയാ പോണത്. ഇഷ്ടം കൂടി വരിക. അതെനിക്ക് സ്ലോ പ്രോസസ് എനിക്ക് ആക്ച്വലി എൻജോയ് ചെയ്യുന്ന. ഫസ്റ്റ് ഒരു ഭയങ്കര സ്പാർക്ക്, പിന്നെ അങ്ങോട്ട് ഇല്ല, അതില്ല. ദാറ്റ് ഈസ് ദ ട്രൂ എസെൻസ്. അവിടെ ഒരു ആർട്ടിഫിഷ്യൽ മെയിൻറ്റെനൻസ് ഓഫ് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല. വി ആർ വെരി നാച്ചുറൽ. വെരി നൈസ്, വെരി നൈസ്. അങ്ങനെ തന്നെ വേണം റിലേഷൻഷിപ്പ്. എന്താ പറയാ, യു ഷുഡ് ആക്ച്വലി ട്രഷർ ഇറ്റ് ആൻഡ് ദെൻ യു നോ എൻജോയ് ദ പ്രോസസ്. പക്ഷെ നീ പറഞ്ഞ പോലെ ആ ഫസ്റ്റ് പേഴ്സൺ, നീ ചെയ്ത പോലെ ആ വാള് ബ്രേക്ക് ചെയ്യുന്ന ആ ഫസ്റ്റ് ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ആള് ഇസ് വെരി ഗ്രേറ്റ്. ആക്ച്വലി അയാൾ ആ ഒരു റിസ്ക് അല്ല എടുക്കുന്നത്. കൈൻഡ് ഓഫ് അറിയില്ലല്ലോ തിരിച്ചെന്താ വരാൻ പോകുന്നത്. ക്ലൂലെസ്. ബൂമറാങ് പോലെ തിരിച്ചു വരുമോ, എനിക്ക് തന്നെ കിട്ടുമോ?